back to Salem Learning. It's me, Muhammad Shafiq, your chemistry teacher. നമ്മളെല്ലാവരും നമ്മളുടെ ക്രിസ്മസ് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില എക്സാമുകളൊക്കെ നിങ്ങൾ പ്രതീക്ഷയിൽ എളുപ്പമാകും, ചിലതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയിലും ടഫ് ആയിരിക്കാം. എനിവേ, നമുക്കിനി വരാനുള്ള കെമിസ്ട്രി എക്സാമിന് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി തീർക്കണം. അപ്പോൾ ആ കെമിസ്ട്രി എക്സാമിന് മക്കൾക്ക് അറിയാം, ഇതുവരെയുള്ള ഒരു നിങ്ങളുടെ എഴുതി കഴിഞ്ഞ എക്സാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് അറിയാം, ഏകദേശം 10 to 20% വരെ, അതായത് ടോട്ടൽ മാർക്കിൽ 20% വരെ നിങ്ങളുടെ ക്വാർട്ടർലി പോർഷൻസ് ചോദിക്കുന്നുണ്ട്. സോ നമ്മളുടെ കെമിസ്ട്രിയിലെ ക്വാർട്ടർലി പോർഷൻസ് ഉള്ള ചാപ്റ്റർ ആണല്ലോ നമുക്കിത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് ഓർത്തെടുക്കാം. എനിക്കറിയാം ഇതെല്ലാവരും നല്ല കൃത്യമായിട്ട് പഠിച്ച ചാപ്റ്റർ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു തിരക്കിനിടയിൽ ഇതൊക്കെ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ട് എന്നാൽ എഫക്റ്റീവ് ആയിക്കൊണ്ട് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫുൾ ചാപ്റ്റർ സാർ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടി പോവുകയാണ്. സോ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. മക്കളെ, നമുക്ക് 5 ടൈപ്പ് റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, അഥവാ ആദേശ രാസപ്രവർത്തനമാണ്. എന്തായിരുന്നു മക്കളെ ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, ഓർത്തു വെക്കുക, പൂരിത ഹൈഡ്രോ കാർബണുകളായിരിക്കും ആ റിയാക്ഷനിൽ പങ്കെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ, അതായത് കാർബണിന്റെ കയ്യിലുള്ള ഹൈഡ്രജൻ മാറിയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് അതിലേക്ക് വരലാണ് ആ ഒരു റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ മാത്രമേ ഈ റിയാക്ഷൻ പോസിബിൾ ആവുള്ളൂ. എക്സാമ്പിൾ മക്കൾ നോക്കിക്കേ, എന്താണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക? ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് മീഥൈൻ ആണ്. മീഥൈൻ അല്ലെ മക്കളെ? മീഥൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടിലേക്ക് Cl2 ചേർത്ത സമയത്ത് ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? ഒരു Cl അല്ലെ, ഇവിടെയുള്ള ഒരു Cl ഇങ്ങോട്ട് വരികയും ഹൈഡ്രജൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോ ഈ നടന്ന ഒരു റിയാക്ഷൻ ആണ്, ഈ ടൈപ്പ് റിയാക്ഷൻസിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് റിയാക്ഷൻസിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഏതാ മക്കളെ? അഡീഷൻ റിയാക്ഷൻ ആണ്. എന്താണ് അഡീഷൻ രാസപ്രവർത്തനത്തിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്? മറ്റൊന്നുമല്ല, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള, എന്താണ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് മാത്രമാണ് അഡീഷൻ റിയാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അഥവാ അപൂരിത ഹൈഡ്രോ കാർബണുകൾ മാത്രമേ അഡീഷൻ റിയാക്ഷനിൽ, അഡീഷൻ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുള്ളൂ. ഓക്കെ, എന്നാൽ അതിന് എക്സാമ്പിൾ നോക്കിയാലോ? അതിന്റെ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഈ കാണുന്ന നമ്മളുടെ എന്താണ് ഈഥീൻ എന്ന് പറയുമ്പോൾ ഒരു അപൂരിതമായിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണല്ലോ. ഈ കാണുന്ന ഈഥീനിലേക്ക് എന്ത് ചേർക്കാണ്? H2 ചേർക്കാണ്. എന്തിന്റെ പ്രസൻസിലാ? ഒരു ഉൽപ്രേരകമായിട്ടുള്ള നിക്കൽ അഥവാ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള നിക്കലിന്റെ പ്രസൻസിൽ. അപ്പൊ നിങ്ങൾ പഠിച്ചതാണ്, ഇവിടെ ഉള്ള ദ്വിബന്ധനം ബ്രേക്ക് ചെയ്തിട്ട് നമുക്കതെന്താവും? സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനമായി മാറുന്നു. ഈ 2 ഹൈഡ്രജനുകൾ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഈ തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡീഷൻ റിയാക്ഷൻ അഥവാ അഡീഷൻ രാസപ്രവർത്തനം എന്ന് വിളിക്കുന്നത്. സോ രണ്ടാമത്തെ റിയാക്ഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. മക്കളെ, ഇത് എന്ന് പറയുന്നത് ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു കൺസെപ്റ്റ് അല്ല സാർ ഇപ്പോൾ അവിടെ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, എങ്കിലും നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. ഓക്കെ, അടുത്താണ് മക്കളെ പോളിമറൈസേഷൻ. മോണോമറുകൾ കമ്പൈൻ ചെയ്ത് പോളിമർ ഉണ്ടാകുന്ന റിയാക്ഷൻസിനെയാണ് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പോളിമറൈസേഷനിൽ തന്നെ 2 തരം പോളിമർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കണ്ടൻസേഷൻ പോളിമർ ആണ്, മറ്റൊന്ന് അഡീഷൻ പോളിമർ ആണ്. എന്താണ് കണ്ടൻസേഷൻ പോളിമറിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കേണ്ടത്? ഹെക്സാമെത്തിലീൻ ഡയമൈനും അഡിപ്പിക് ആസിഡും കൂടി ചേർന്ന് നമ്മളുടെ നൈലോൺ 66 കിട്ടുന്ന ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് അഡീഷൻ പോളിമർ എന്ന് പറഞ്ഞാൽ? ഒരേ ടൈപ്പ് മോണോമറുകൾ കൂടി ചേർന്നുണ്ടാകുന്ന പോളിമറുകളാണ് അഡീഷൻ പോളിമറുകൾ. അതിന് എക്സാമ്പിൾ ആണ് പോളിഈഥീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ പോളിമറൈസേഷൻ ആയിരുന്നു നമ്മുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ. അടുത്തതായിട്ട് ഞാൻ വരുന്നു തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം. എന്താണ് താപീയ വിഘടനം എന്ന് പറഞ്ഞാൽ? താപം കൊടുത്തുകൊണ്ട് ഒരു വലിയ സംയുക്തത്തെ, വലിയ ഹൈഡ്രോ കാർബണിനെ ചെറിയ ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്ന റിയാക്ഷനെയാണ് നമ്മൾ താപീയ വിഘടനം അഥവാ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ വലിയ ഹൈഡ്രോ കാർബണുകൾ ചെറിയ ഹൈഡ്രോ കാർബണുകളായി മാറുന്ന രാസപ്രവർത്തനമാണ് എന്ത്? തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാനുള്ളത് എന്താ? കമ്പഷൻ അഥവാ ജ്വലനമാണ്. ഓക്കെ, ഏത് ഹൈഡ്രോ കാർബൺ ജ്വലിച്ചാലും, ജ്വലനം എന്ന് വെച്ചാൽ എന്താ? ഓക്സിജന്റെ കൂടെ ചേർന്നിട്ടുള്ള റിയാക്ഷൻ ആണ്.
ഏത് ഹൈഡ്രോ കാർബൺ ജ്വലിച്ചാലും അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും റിയാക്ഷൻസ് ആയിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യത്തെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാഠത്തിന്റെ ബാക്കി പത്രങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ 5 റിയാക്ഷൻസും വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ നിങ്ങൾ കവർ ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഏതൊക്കെയാണ് 5 റിയാക്ഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ് ആൻഡ് കമ്പഷൻ റിയാക്ഷൻ. സോ മക്കളെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ആൽക്കഹോളുകൾ. ആൽക്കഹോളിൽ തന്നെ 2 ടൈപ്പ് ഓർഗാനിക് കോമ്പൗണ്ടിനാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെത്തനോളും എത്തനോളും ആണ് ആൽക്കഹോളിൽ പഠിക്കാനുള്ളത്. മെത്തനോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്? കണ്ടോളൂ. മെത്തനോളിൽ ഓർത്തു വെക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് സാറ് പറയാം. എന്താണ്? നോൺ ആസ് വുഡ് സ്പിരിറ്റ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്? വാർണിഷ് പെയിന്റിലൊക്കെ ഉപയോഗിക്കുന്നു. മറ്റൊന്നാണ് ഫോർമാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. എന്താണ് ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ 40% ഫോർമാൽഡിഹൈഡിന്റെ സൊല്യൂഷനെയാണ് നമ്മൾ ഫോർമാലിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോർമാലിൻ എന്താന്നുള്ള ചോദ്യം ഒരുപക്ഷെ 1 മാർക്കിന് ഉണ്ടേക്കാം. അല്ലെങ്കിൽ 40% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ് ഏത് പേരിൽ അറിയപ്പെടുമെന്നുള്ളത് അങ്ങനെയൊക്കെ നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ മെത്തനോൾ ഉണ്ടാക്കുക? മെത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഒരു ഉൽപ്രേരകത്തിന്റെ അഥവാ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ 573 കെൽവിൻ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് മെത്തനോൾ കിട്ടും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കുക? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ നമുക്ക് മെത്തനോൾ കിട്ടുന്നു. ഇതാണ് മെത്തനോളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ. ഒന്ന് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, മറ്റൊന്ന് ഫോർമാലിൻ എന്താ നിങ്ങളോട് ചോദിക്കാം. മറ്റൊന്ന് മെത്തനോൾ എന്ന് അറിയപ്പെടുന്നത് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടും. അതിനുപയോഗിക്കുന്നത് വാർണിഷ്, പെയിന്റ് തുടങ്ങിയ ഫോർമാലിനിലൊക്കെയാണ് ഇതിനെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആൽക്കഹോൾ ആണല്ലോ മക്കളെ എത്തനോൾ എന്ന് പറയുന്നത്. എത്തനോളിനെ ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. നോൺ ആസ് ഗ്രേപ്പ് സ്പിരിറ്റ്. എന്താ അറിയപ്പെടുന്നത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. യൂസ്ഡ് ഇൻ മെഡിസിൻ, പെയിന്റ്, ബീവറേജ് എക്സെട്ര ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എത്തനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, വ്യാവസായിക നിർമ്മാണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം. എന്താണ്? മൊളാസസിലേക്ക് ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. ഒന്നുകൂടി പറയാം, മൊളാസസിലേക്ക് ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്. മക്കളെ, അതിന്റെ റിയാക്ഷൻസ് ഒക്കെ മക്കൾ വളരെ കൃത്യമായി കഴിഞ്ഞ ഒരു ക്വാർട്ടറിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തൊക്കെയായിരുന്നു? നമ്മളുടെ ഈസ്റ്റിലുള്ള 2 ടൈപ്പ് എൻസൈമുകളായിരുന്നു, ഇൻവെർട്ടേഴ്സും സൈമേഴ്സും അല്ലെ. അപ്പോ ആദ്യം മൊളാസസ് അഥവാ ഷുഗർ സൊല്യൂഷനിലേക്ക് ഇൻവെർട്ടേഴ്സ് വർക്ക് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാവുകയും പിന്നീട് ആ ഗ്ലൂക്കോസിലേക്കും ഫ്രക്ടോസിലേക്കും രണ്ടാമത്തെ എൻസൈം ആയിട്ടുള്ള സൈമേഴ്സ് വർക്ക് ചെയ്തിട്ട് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതായിരുന്നു നമ്മളുടെ എത്തനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അഥവാ വ്യാവസായിക നിർമ്മാണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാന്ന് ചോദിച്ചാൽ, വ്യാവസായിക നിർമ്മാണം ഏത് തരം പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ ഫെർമെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നീട് എന്താണ്? ഈ റിയാക്ഷൻസ് എന്നിട്ട് ഇവിടെ ഇൻവെർട്ടേഴ്സ്, സൈമേഴ്സ് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസ് നിന്നുള്ള ചോദ്യങ്ങളോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം. മക്കളെ, സാറ് പറഞ്ഞു വെറും 20% എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നത് 4 മാർക്കോളമുള്ള ചോദ്യങ്ങളായിരിക്കാം, 4-5 മാർക്കോളമുള്ള ചോദ്യങ്ങളായിരിക്കാം. മേ ബി ഓർ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണപ്പെടാം. എങ്കിലും ആ മാർക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് A+ നഷ്ടപ്പെടാനും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാനും ഒക്കെ കാരണമാവും. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ ഇങ്ങനെയുള്ള ഒരു പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം വെച്ച് എല്ലാം ഓർമ്മപ്പെടുത്തി തരുന്നത്. ഓക്കെ മക്കളെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന എത്തനോളിനെ നമുക്ക് വാഷ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള എത്തനോളാണ്. അത് 8 മുതൽ 10% വീര്യമുള്ള വളരെ വീര്യം കുറഞ്ഞ എത്തനോളാണ് വാഷ് എന്ന് പറയുന്നത്. ഇനി വാഷിനെ അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 95.6% വീര്യമുള്ള എത്തനോളാണ്. അടുത്തതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 99 മുതൽ 100% വീര്യമുള്ള ആൽക്കഹോൾ ആണ്. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിലേക്ക് പെട്രോൾ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് പവർ ആൽക്കഹോൾ. ഇതിനെ ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് എത്തനോളിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. എന്നാൽ അവസാനമായി ഒരു കാര്യം കൂടി എത്തനോളിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. മക്കളെ, എത്തനോളിന്റെ റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് വിഷം ചേർത്താൽ കിട്ടുന്നതാണ്
ഡീനാച്ചുറേഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. മക്കളെ, മെത്തനോൾ വിഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്തനോൾ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്ത് ചേർക്കുന്നു? വിഷമായിട്ടുള്ള മെത്തനോൾ ചേർത്താൽ അതിന്റെ നാച്ചർ മാറും. അപ്പൊ അത് ഡീനാച്ചുറേഡ് സ്പിരിറ്റ് ആയി മാറും. അങ്ങനെ മെത്തനോൾ ചേർത്ത് കിട്ടുന്ന ഡീനാച്ചുറേഡ് സ്പിരിറ്റിനെ വിളിക്കുന്ന പേരാണ് മീഥൈലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് ചേർക്കുന്നത്? മദ്യപാനം പോലെയുള്ള ബീവറേജ് പോലെയുള്ള മിസ്യൂസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ് ചെയ്യുന്നത്. സോ എത്തനോളിന്റെ ഭാഗവും വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മളുടെ ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ടിലുള്ളത് കാർബോക്സിലിക് ആസിഡ് ആണ് മക്കളെ. സോ കാർബോക്സിലിക് ആസിഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി കാർബോക്സിലിക് ആസിഡിൽ ആദ്യത്തെ ഭാഗത്തിലേക്ക് സാർ കടക്കാം. കാർബോക്സിലിക് ആസിഡിൽ ആദ്യമായി കാർബോക്സിലിക് ആസിഡിന്റെ കോമൺ നെയിം ആണ് എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ എങ്ങനെയാണ് ഇതിനെ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ? മെത്തനോളും അതിലേക്ക് കാർബൺ മോണോക്സൈഡും ഒരു ഉൽപ്രേരകം അതല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് കിട്ടും. ഇനി എങ്ങനെയാണ് എത്തനോളിൽ നിന്ന് നമ്മൾ വിനാഗിരി ഉണ്ടാക്കുന്നത്? എന്താണ് വിനെഗർ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എത്തനോളും ആ എത്തനോളിലേക്ക് അസറ്റോബാക്ടർ ബാക്ടീരിയന്റെ പേര് മറക്കണ്ട, അസറ്റോബാക്ടർ ബാക്ടീരിയ പ്രവർത്തിച്ച് കിട്ടുന്ന ആ ഒരു എത്തനോയിക് ആസിഡ് ആണ്, വീര്യം കുറഞ്ഞ ആ എത്തനോയിക് ആസിഡിനെയാണ് വിനെഗർ അതല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 5 മുതൽ 8% വീര്യമുള്ള കോൺസെൻട്രേഷൻ ഉള്ള എത്തനോയിക് ആസിഡിനെയാണ് നമ്മൾ വിനെഗർ അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? എത്തനോളിലേക്ക് അസറ്റോബാക്ടർ ബാക്ടീരിയ ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ് ഈ വിനെഗർ അല്ലെങ്കിൽ വിനാഗിരി ഉണ്ടാക്കുന്നത്. എന്നാൽ അടുത്തതായി നമ്മളുടെ ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് എസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് എസ്റ്റർ എന്ന് പറഞ്ഞാല് മക്കളെ? എസ്റ്റർ എന്ന് വിളിക്കുന്നത് പ്ലസന്റ് സ്മെൽഡ് കോമ്പൗണ്ട്സ് ആണ്, സുഗന്ധമുള്ള സംയുക്തങ്ങളാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? കാർബോക്സിലിക് ആസിഡിനെയും ആൽക്കഹോളിനെയും പരസ്പരം പ്രവർത്തിപ്പിച്ചാൽ കിട്ടുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. കൂടെ ജലവും ഉണ്ടായിരിക്കും. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഒരു ആസിഡ് എടുക്കും. ഇവിടെ ഉൽപ്രേരകമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള ആസിഡിനെ എടുക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ റിയാക്ഷൻ കാണാം. കണ്ടോ, ഇത് എത്തനോയിക് ആസിഡ് ആണ്, ഇത് എത്തനോൾ ആണ്. 2 കാർബൺ ആൽക്കഹോൾ ആണ്. ഇവിടെ എത്തനോയിക് ആസിഡിൽ നിന്നും OH-ഉം എത്തനോളിൽ നിന്നും H-ഉം വാട്ടർ ആയിക്കൊണ്ട് വെള്ളം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആളുകൾ കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്നതാണ് ഈ കാണുന്ന ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ. ഇത് സുഗന്ധമുള്ള സംയുക്തങ്ങളായിരിക്കും എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഈ ഒരു ഭാഗത്ത് നിന്നും അടുത്തതായിട്ട് നമ്മൾ ഇനി എന്താണ് ഇവിടെ നോക്കാനുള്ളത്? ഈ ചാപ്റ്ററിൽ കുറച്ചധികം ടേബിളുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മക്കൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ചധികം ടേബിൾ കാണാൻ സാധിക്കും. ആ ടേബിളുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടേബിളിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഔഷധങ്ങൾ അഥവാ മെഡിസിൻസ് എന്നുള്ള വിഭാഗം. മെഡിസിൻസിനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അനാൽജസിക്കുകൾ അഥവാ ആന്റിപൈററ്റിക്കുകൾ, ആന്റിസെപ്റ്റിക്കുകൾ, ആന്റിബയോട്ടിക്കുകൾ. എന്താണ് അനാൽജസിക്, ആന്റിപൈററ്റിക്സ്, ആന്റിബയോട്ടിക്, ആന്റിസെപ്റ്റിക് എന്നും നിങ്ങൾ പഠിക്കണം. അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെക്കണം. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരീര താപനില കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ആന്റിബയോട്ടിക്കും ആന്റിസെപ്റ്റിക്കുകളൊക്കെ സൂക്ഷ്മാണുകൾക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അതിന്റെ എക്സാമ്പിൾസ് മക്കൾ പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ ഈ ചാപ്റ്ററിനെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനും ഇതിലുള്ള കുറച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്കൊന്ന് ക്വിക്കായിട്ട് ആ കാര്യങ്ങളെ നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാനുമാണ് സാർ ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. സോ മക്കളെ, നിങ്ങൾ നമ്മുടെ ലൈവുകൾ മിസ്സാക്കരുത്, വീഡിയോസ് മിസ്സാക്കരുത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എവിടെയൊക്കെ എന്നാണോ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് അതിൽ നിന്നും എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നേക്കാം എന്നൊക്കെ കറക്റ്റ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് പബ്ലിക് മാരത്തോൺ ഒക്കെ ആയിട്ട് വരുന്നത്. സോ നമ്മളുടെ ഞായറാഴ്ച രാത്രിയുള്ള പബ്ലിക് മാരത്തോൺ നിങ്ങൾ കാണാൻ മറക്കരുത്. അതിനു മുന്നേ ശനിയാഴ്ച രാത്രിയുള്ള പ്രീ മാരത്തോൺ നിങ്ങൾ കാണാൻ മറക്കരുത്. സോ നമുക്ക് ഉഷാറാക്കാം, അടിപൊളിയാക്കാം. എക്സാമിൽ കെമിസ്ട്രിയിൽ 40-ൽ 40 കിട്ടാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്.